എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിൽ മൊസാദ് എത്തി അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ഇന്ത്യ പാകിസ്ഥാനെ അടിക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തകളെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതേപോലെ പാകിസ്ഥാനും അത് കരുതിയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസിന് നേരെ എടുത്ത അതേ ആക്രമണ ശൈലിയായിരിക്കും ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുക. അതല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കും എന്നാണ് പാകിസ്ഥാൻ്റെ ധാരണ. പാകിസ്ഥാൻ അതിനുവേണ്ട എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ പ്രതീക്ഷകളെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ആക്രമണമാണ് പിന്നിൽ നടക്കാൻ പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിൻ്റെ പേരിലാണ് ഇത്രയും അധികം ചർച്ചകളും അതുപോലെ തന്നെ സംവാദങ്ങളും എല്ലാം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മോഡിയും സംഘവും മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ഒരേ സമയത്ത് തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ തന്ത്രം അവിടെ ആർമി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്രമണത്തിൻ്റെ ശൈലിയും സമയവും എല്ലാം ആർമിക്ക് തീരുമാനിക്കാം എന്നുള്ള പൂർണ്ണ അധികാരം നമ്മുടെ സൈന്യത്തിന് കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി മോഡി തന്നെയാണ്. പഴുതടച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം തന്നെയായിരിക്കും ഇന്ത്യ ഇത്തവണ പാകിസ്ഥാന് കൊടുക്കാനുള്ളതെന്ന് അറിയാൻ സാധിക്കുന്നു. വ്യക്തമായിട്ടുള്ള ഒരു തകർപ്പൻ പ്ലാൻ ഉണ്ട് ഇന്ത്യക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വൈകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ആ ഒരു പ്രഹരശേഷി എത്രത്തോളം വലുതാകുമെന്ന് പാകിസ്ഥാൻ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.